الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا صاحب البغداد كل حاضر يا مطلب الحاجات عبد القادر يا قادر يا قادر يا قادر يا قادر يا شيخ عبد القادر يا صاحب الأجمير كل ناصر يا مطلب الحاجات خواجة سنجري ആദരണീയനായ അധ്യക്ഷൻ, അഭിനന്ദരായ പണ്ഡിതന്മാരെ, സ്റ്റേജിലിരിക്കുന്ന മഹല്ല് കാരണവന്മാരെ, നല്ലവരായ രക്ഷിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, SKSSFന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സമസ്തയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ, ഇത്തരം ഇവിടെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാഹചര്യമുണ്ടാക്കി തന്ന ഈ നാട്ടിലെ സ്നേഹനിധികളായ SSFന്റെയും അതിന്റെ മേൽഘടകങ്ങളുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ചും അതിന്റെ ഉസ്താദന്മാരെ കുറിച്ചുമൊക്കെ പ്രതിപാദിക്കാനും നമുക്ക് മനസ്സിലാക്കാനും പര്യാപ്തമായ ഒരു വേദിക്ക് ഇവിടെ കളമൊരുങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടിൽ ആരോ ഒരാൾ വന്ന് പ്രസംഗിച്ചു എന്ന് പറയുന്ന കേട്ടു. അതൊക്കെ നേതാവിൽ നിന്നുകൊണ്ട് വല്ലതും വാങ്ങിയിട്ട് അയാളിൽ നിന്ന് കിട്ടുന്ന തൊട്ടുമായി ജീവിക്കുന്ന പാവങ്ങളായ ചില ആളുകളാണ്. അവർ അത് പറയാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ്. അവരെങ്ങനെ പറഞ്ഞോളണം, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചോളണം, എന്നാൽ പിന്നെ ജീവിതത്തിന് അവർക്ക് പ്രയാസമുണ്ടാവില്ല. പക്ഷെ ഏതായാലും ഇപ്പൊ പറയുന്ന ആളുകളൊക്കെ പറച്ചിലിനെ കുറച്ച് സ്ട്രോങ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലെക്സിൽ വന്ന വാക്കുകൾക്ക് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഫ്ലെക്സിൽ വന്നതിനൊക്കെ ചുട്ട മറുപടി കൊടുത്ത മനുഷ്യന്മാരൊക്കെ ചൂടാറി മൂലയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് വേറെ ചില ആളുകൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പൊട്ടിക്കരഞ്ഞുകൊണ്ട നേതാവിന്റെ മഹാത്മ്യം പ്രസംഗിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. കോഴിക്കോട് നമ്മുടെ സ്ഥാപനത്തിൽ റസൂലുള്ളാഹിന്റെ തലയിലെ ഒരു മുടി, വേറെ എവിടെയുള്ള രണ്ട് മുടി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഭാഗ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ മനുഷ്യന് അത് കേട്ടിരുന്ന ആൾക്കാരിൽ നിന്ന് അടികെട്ടി റൂമിൽ പൂട്ടിയിടേണ്ട മഹത്വത്തിലേക്കാണ് പിന്നീട് എത്തിപ്പെട്ടത്. താഹിർ സഖാഫി എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ. അതേ പ്രകാരം എന്ത് പറഞ്ഞാലും മുഖാമുഖം നടത്തിയിട്ട് എസ്കക്കാരെ എന്ന് പറഞ്ഞ് കോലാഹലമുണ്ടാക്കി ഇവർക്ക് മുഴുവനും ആവേശം പകർന്നിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, ഒതുക്കങ്ങക്കാരൻ. അയാളിപ്പോ ഒറ്റയാൾ പ്രഭാഷകനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ നട്ടെല്ലൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും ഇവർക്ക് വേണ്ടി അമിതമായി വാശാനപാട് നേതാവിനെ പുകഴ്ത്തിയവരൊക്കെ വഷളായി മാനം കെട്ട് മാളത്തിലേക്ക് ഒളിക്കുമ്പോ ഏതാനും കുറച്ചു ചില ആളുകൾ അങ്ങനെ മാളത്തിൽ ഒളിച്ചാൽ ജീവിതം മുട്ടുമ്പോ തനിക്ക് കിട്ടുന്ന ജീവനാംശം മുടങ്ങുമോ എന്ന് ഭയന്ന് ഇപ്പോഴും അവർ കോശാനപാടുന്നു എന്ന കാര്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഒരു കാലത്ത് പറഞ്ഞ ആദർശങ്ങളൊന്നും പറയാൻ ഇന്ന് അത്തരക്കാർക്ക് കഴിയില്ല. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ആത്മാവും വായുദ്വാര പ്രസംഗിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് ഹബീബ് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയാൻ കഴിയാത്ത വിധം ഒരു മുടി എന്ന് പേര് പറഞ്ഞുകൊണ്ട് എവിടുന്നോ കൊണ്ടുവന്ന മുടിയുടെ പേരിൽ അവർ അധപ്പതിച്ചു പോയി. ഈ സമയത്ത് ഞാൻ എനിക്ക് പറയാനുള്ളത് എന്റെ ശബ്ദം കേൾക്കുന്ന സമസ്തയെ സ്നേഹിക്കുന്ന എന്ന നല്ലവരായ രക്ഷിതാക്കളോടും SKSSF-ന്റെ പ്രവർത്തകന്മാരോടും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 90 വർഷക്കാലം കേരളക്കരയിൽ പ്രവർത്തിച്ച മഹത്തായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് വെറും ഒരു സംഘടനയായി ഞാനും നിങ്ങളും മനസ്സിലാക്കരുത്. അനിവാര്യമായ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാരഥന്മാർ നിസ്കാരപ്പായിൽ ഉച്ചവീണ കണ്ണീർഗണങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പണ്ഡിത സഭയ്ക്ക് രൂപം നൽകുന്നത്. ആലിമീങ്ങളുടെയും ഔലിയാക്കളുടെയും ഒരു കൂട്ടായ്മ എന്ന് മാത്രമേ നമുക്ക് സമസ്തയെ പരിചയപ്പെടുത്താൻ കഴിയൂ. അല്ലാതെ വെറും സമസ്ത ഒരു സംഘടന മാത്രമല്ല. 921 കാലഘട്ടം വരെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് മതം പഠിച്ച കേരളീയ സമൂഹത്തിലെ താബികളും അത്ബാഅ് താബികളിലൂടെയും കടന്നു വന്ന പരമ്പരാഗതമായ അള്ളാഹുവിന്റെ ദീൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അതിവിടെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വിദേഹത്തിന്റെ വിഷബീജവുമായി ചില ആളുകൾ കടന്നു വന്നു 921 കൂടെ. ആ കാലഘട്ടത്തിലാണ് സഭ ഒരു പണ്ഡിത കൂട്ടായ്മയെക്കുറിച്ച് പോലും നമ്മുടെ ആലിമീങ്ങൾ ആലോചിക്കുന്നത്. അതുവരെ ഇവിടെ സമസ്തയുടെ ആവശ്യമുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു സംഘടനയുടെയോ ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്തയെക്കുറിച്ച് ആലോചിക്കുന്നത് 21 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ചില പുത്തൻ ചിന്താഗതിക്കാരുടെ അപകടകരമായ മുന്നോട്ടുള്ള ഗമനമായിരുന്നു എന്ന് നമുക്കറിയാം. 10 മാസം ഗർഭം ചുമന്ന വേദന സഹിച്ച് പ്രസവിച്ച മാതാവിനെ മൃഗം ചത്തതുപോലെ കുഴിച്ചിട്ട് പോരുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ, പാവപ്പെട്ട കഷ്ടപ്പെട്ട് വളർത്തിയ പാവപ്പെട്ട പിതാവ് ലോകത്തോട് വിട പറഞ്ഞാൽ, ആ പിതാവ് മരിച്ചാൽ ആ ശരീരത്തിൽ ഉറുമ്പുകളും ഈച്ചകളും മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു വരുന്ന തലമുറയെ കൊണ്ടുപോകാൻ നാഥനായ റബ്ബിനോട് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവേ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്തിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ അതിൽ നിന്ന് മാറ്റി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടുന്ന ഒരു തരം അഹങ്കാരികളെ വാർത്തെടുക്കാൻ പുത്തൻ മുജാഹിദ് പോലെയുള്ള പുത്തൻ ചിന്താഗതിക്കാര് കടന്നു വന്നപ്പോ ഇതൊരു അപകടത്തിന്റെ തുടക്കമാണ്. ഇനിയും ഇതിന്റെ പിന്നിൽ ഒരുപാട് ബിദഈ ചിന്താഗതിക്കാരും കുഫ്രി പ്രസ്ഥാനക്കാരും കടന്നു വരുമ്പോ പാവങ്ങളായ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ ആവശ്യമായത് ജനങ്ങൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഒരു പണ്ഡിത സഭ അനിവാര്യമാണെന്ന ചിന്തയിലൂടെയാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ഭൗതികമായ യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത കാലഘട്ടത്തിൽ കഷ്ടപ്പാടുകളുടെയും വിഷമങ്ങളുടെയും നീർച്ചുഴിയിൽ കടന്നു വളർന്ന് ഇന്ന് ആ സമസ്ത 90 വർഷം പിന്നിടുകയാണ്. സമസ്ത സമൂഹത്തിന്റെ 90 വർഷക്കാലം എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക മറുപടി സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ സംരക്ഷിച്ചു എന്നതാണ്. ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായി, കേൾക്കാൻ രസമുള്ള ശബ്ദങ്ങളുമായി ഒരുപാട് പ്രസ്ഥാനക്കാര് കടന്നു വന്ന സാഹചര്യം, ഒരുപാട് സംഘടനയുടെ അനുയായികൾ കടന്നു വന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലൊക്കെ അവസരോചിതമായി മഹാരഥന്മാരായ ആലിമീങ്ങൾ ഇടപെട്ടിട്ട് നമുക്ക് നേരായ ദിശ കാണിച്ചു തന്നു എന്നതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പുത്തൻ ചിന്താഗതിക്കാർ കുഗ്രാമങ്ങളിൽ അവരുടെ ആദർശ പ്രചരണവുമായി കടന്നു വരുമ്പോ അതേ സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് നമ്മളെ മുൻഗാമികളായ മഹാരഥന്മാർ മഹത്തുക്കൾ കാണിക്കുന്ന സംസ്കാരം അത് അള്ളാഹുവിന്റെ പ്രവാചകർ കാണിച്ച സംസ്കാരമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സമസ്ത പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമായ ഒരുപാട് കീഴ്ഘടകങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഇവിടെ കടന്നു വന്നു. സമസ്തയുടെ കീഴിൽ ഒരുപാട് കീഴ്ഘടകങ്ങൾ കടന്നു വന്നു. സുന്നി യുവജന സംഘം, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അതേപ്രകാരം SKSSF തുടങ്ങുന്ന ഒരുപാട് സംഘടനകൾ കടന്നു വന്നു. ഇന്ന് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 10,000-ഓളം വരുന്ന മദ്രസകൾ അഭിമാനകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. ഈ ഇരിക്കുന്ന നമുക്കൊക്കെ അലിഫും ബാവും താവും പഠിപ്പിച്ചു തന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡുമാണ്.
ഇന്ന് സമസ്തയുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ ഇകഴ്ത്താനും പരിഹസിക്കാനും കളിയാക്കാനും മുന്നോട്ട് വരുന്നവരുണ്ട്. സമസ്തയെ പരിഹസിക്കാനും കളിയാക്കാനും മുന്നോട്ട് വരുന്ന ആളുകൾ അലിഫും ബാവും താവും പഠിച്ചത് എവിടുന്ന് എന്ന ചോദ്യത്തിന്റെ മറുപടി ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരുണ്ടാക്കിയ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാണ്. ആ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ നിന്ന് അലിഫും ബാവും താവും പഠിച്ചിട്ടാണ് ഇന്ന് ചില ആളുകൾ അഹങ്കാരത്തിന്റെ മൂർത്തീഭാവങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരത്തിന്റെ മൂർത്തീഭാവങ്ങളായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മഹാനായ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർകദ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ബാഫഖി തങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. 23ാമത്തെ ഹജ്ജിന് മഹാനായ ബാഫഖി തങ്ങൾ പോകുമ്പോ ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അബ്ദുല്ലാ ബാഫഖി തങ്ങൾ പറഞ്ഞു, ബാഫഖി തങ്ങൾ പോകുമ്പോ ഞാൻ ഒരുപാട് ദീനിയായ സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. രണ്ടാമത്തെ വന്ന് ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് രണ്ടാഗ്രഹം എന്റെ മനസ്സിലുണ്ട്. എവിടുന്ന് മരിച്ചാലും ആ രണ്ടാഗ്രഹം നടക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന്, മറ്റുള്ള മതക്കാരായ ആളുകൾ എന്റെ മയ്യത്ത് കണ്ട് എന്റെ മയ്യത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് നേരം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിനോട് എനിക്ക് ഇഷ്ടമില്ല. മറ്റുള്ള മതക്കാരൊക്കെ കടന്നു വന്ന് മയ്യത്ത് നോക്കി നിൽക്കുന്നതിന് പകരം ഞാൻ മരിച്ചാൽ എന്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് വേഗം മയ്യത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം. രണ്ടാമത്തെ വന്ന് മറ്റുള്ള മതക്കാരുടെ ആചാരപ്രകാരം ഏതെങ്കിലും ആളുകൾ കടന്നു വന്ന് പൂവും റീത്തും എന്റെ മയ്യത്തിന്റെ മുകളിൽ ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്റെ ആഗ്രഹം, ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ ഞാൻ നാളിതുവരെ പ്രവർത്തിച്ചത് എന്റെ ഖാലിഖായ റബ്ബിന് വേണ്ടിയാണെങ്കിൽ ആ അല്ലാഹുവിലേക്ക് എനിക്ക് തിരിച്ചെത്തണം. അതിന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് ഉസ്താദ് ഉപദേശിച്ചത് ഞങ്ങൾ ഓർക്കുകയാണ്. ആ യാത്രയിലാണ് അങ്ങകളെ ഭഗ്നമായ മക്കയിൽ വെച്ച് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞ് താന്റെ ആഗ്രഹപ്രകാരം ഇന്നും ജന്നത്തുൽ മുഅല്ലയിൽ സുന്ദരമായി അന്ത്യവിശ്രമം കൊള്ളുന്നു ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആ മഹാനായ ബാഫഖി തങ്ങളെ പോലെയുള്ള സാത്വികരായ ആലിമീങ്ങൾ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വളർത്തിയതെങ്കിൽ ഞാൻ എന്റെ സ്നേഹനിധികളായ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഇസ്ലാമിനെ വളർത്താനാണെന്നും സുന്നത്ത് ജമാഅത്തിനെ വളർത്താനാണെന്നും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ മാറ്റി നിർത്തി മറ്റൊരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചിട്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അതിന് മദ്രസകൾ ഉണ്ടാക്കാനും ഏതെങ്കിലും ആളുകൾ മുന്നോട്ട് വന്നാൽ അവർക്ക് ദീനുമായി എന്ത് ബന്ധമാണ് ഉണ്ടാവുക? കാരണം തഖ്വയുടെ മേലിൽ അസ്തിവാരമിട്ട മഹാത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന ഗോതയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ആലിമീങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ഒരുപാട് വിഷമങ്ങൾ സഹിച്ചു. ഞാൻ പറയാറുണ്ട്, മഹാനായ കോട്ടുമല ഉസ്താദ് അല്ലാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. കോട്ടുമല ഉസ്താദ് മൂത്ര സംബന്ധമായ രോഗം ബാധിച്ച് പൈപ്പിട്ട് കിടക്കുന്ന സമയത്ത് പോലും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിലേക്ക് പോകാൻ ഡോക്ടർമാരോട് അനുവാദം ചോദിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, ഉസ്താദേ മൂത്രത്തിന്റെ പൈപ്പിട്ട് എങ്ങനെ നിങ്ങൾ പോകും? ആ സമയത്ത് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് നിർബന്ധിച്ചപ്പോ കഴിയുമെങ്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോ ഒരു കയ്യിൽ വടിയും കുത്തിപ്പിടിച്ച് രണ്ടാമത്തെ കയ്യിലും മൂത്രത്തിന്റെ രൂപം പിടിച്ച് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിലേക്ക് കടന്നു ചെന്ന് സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി പ്രവർത്തിച്ച ഈ ബാഫഖി തങ്ങൾ പിഴച്ചു എന്നോ ബാഫഖി തങ്ങൾ കാണിച്ച വിദ്യാഭ്യാസ ബോർഡ് അത് അടിതെറ്റിയ വിദ്യാഭ്യാസ ബോർഡാണെന്നോ ഒരു വിഭാഗം ആളുകൾ പറയാൻ തുടങ്ങിയാൽ ഞാൻ എന്റെ സ്നേഹനിധികളായ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, അവർക്ക് ഈ സുന്നത്ത് ജമാഅത്തുമായി എന്ത് വിശ്വാസമാണ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ. നമുക്കറിയാം, ഇബ്ലീസ് പിഴച്ചു പോകാൻ കാരണം എന്താണ്? ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ നോമ്പനുഷ്ഠിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇബ്ലീസിന് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്ത ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി പറഞ്ഞു.
ആദരിക്കാൻ പറഞ്ഞപ്പോ അഹങ്കാരിയാകുന്ന ഇബ്ലീസ് അതിൽ നിന്ന് വിസമ്മതിച്ചെന്ന് മാത്രമല്ല അബാവത്തക്ബറ, പറഞ്ഞതനുസരിച്ചില്ല, രണ്ടാമത്തതവൻ അഹങ്കരിച്ചു. ഇബ്ലീസിനെ കുറിച്ച് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ വാക്ക് എന്റെ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം. ഇബ്ലീസ് സ്വന്തം ഉസ്താദിനനുസരിക്കാത്തതിന്റെ കാരണം രണ്ടെണ്ണമാണ്. ഒന്നബാ, ഉസ്താദന്മാരെ ഞാൻ അനുസരിക്കില്ല, അതിനവരെ പ്രോത്സാഹിപ്പിച്ച ചേതോവികാരം. വസ്തക്ബറ, അഹങ്കാരമായിരുന്നു. എനിക്കെന്താ കുറവ്, ഞാനും വലിയ ഒരാളല്ലേ എന്നുള്ള ആ അഹങ്കാര മനസ്സാണ് സത്യത്തിൽ ഇബ്ലീസിനെ ഇബ്ലീസാക്കി മാറ്റിയതെങ്കിൽ ആദരവും ബഹുമാനവും തകർന്നവരാണ് പുത്തൻ ചിന്തിക്കാതിക്കാരെങ്കിൽ, അള്ളാഹു ബഹുമാനിച്ചവരെ ഇകഴ്ത്തിയവരാണ് പുത്തൻ ചിന്താഗതിക്കാരെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, 90 വർഷക്കാലം കേരളക്കരയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് ഗമിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിനെതിരെ ഒരു വിഘടിത സംഘടന എന്ന പേരിൽ ഒരു വിഭാഗം ആളുകൾ കെട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു സംഘടന, അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ഇവിടെ പ്രസംഗിച്ച മനുഷ്യന് ചിലപ്പോൾ അറിയാം. ഞങ്ങൾ അഹങ്കാരവും പണമോഹവുമാണ് അത്തരമൊരു സംഘടനയുണ്ടാക്കാൻ സാഹചര്യമുണ്ടായതെന്ന്. സഹോദരങ്ങളെ, ആ റോട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ സദസ്സിലേക്ക് വന്നാൽ ഇവിടെ കസേരകളുണ്ട്, ഇവിടെ ഇരിക്കാം. റോട്ടിൽ നിന്നാൽ വാഹനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും. എന്റെ സുഹൃത്തുക്കൾ വാഹനത്തിന് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ റോട്ടിൽ ബുദ്ധിമുട്ടാകരുത്. ഇങ്ങോട്ട് കയറി വന്നാൽ അവിടെ സ്റ്റൂളുകളുണ്ട്, അവിടെ ഇരിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹു ബഹുമാനരായ രവിദാരി ഇവിടെ വന്നിട്ടുണ്ട്. വിശദമായി LCD ക്ലിപ്പിംഗ് സഹിത കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്ലീസ് അഹങ്കാരിയായി മാറിയിരുന്നെങ്കിൽ ഇവിടെ പ്രസംഗിച്ച മനുഷ്യനറിയാം, ഞങ്ങൾ ഇവിടെ സംഘടനയുണ്ടാക്കിയത്, ഞങ്ങളുടെ നേതാവ് മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് വേറെ ഒരു സംഘടനയുണ്ടാക്കിയതിന്റെയും രഹസ്യം ഒന്ന് ഭൗതികമായ സുഖാഡംബരത്തിനോടുള്ള താല്പര്യവും മറ്റൊന്ന് അഹങ്കാരവും കൊണ്ടാണ് എന്ന് പ്രസംഗിച്ച മനുഷ്യനറിയാം. പക്ഷേ കേട്ടു നിൽക്കുന്ന പാവങ്ങളായ ചില കുട്ടികൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളെ കുരങ്ങ് കളിപ്പിക്കുകയാണ് എന്ന സത്യത്തിൽ ഈ കേട്ടു നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളായ മറ്റുള്ള സംഘടനയിൽ അറിയാതെ പെട്ടുപോയ പ്രവർത്തകർ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ അവരോട് സ്നേഹത്തോടുകൂടെ ഒന്ന് രണ്ട് കാര്യം പറയുന്നത്, ഒന്ന് നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ നേതാവിനോട്. നേതാവ് ഇന്ന് നിങ്ങൾക്ക് നേതാവാകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വാലോളം പുകഴ്ത്തി കോളേജുകളും സ്ഥാപനങ്ങളും പണല്ലാസും പള്ളികളും എല്ലാം പറയുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ സാത്വികരായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഒരു സംഘടനയുണ്ടാക്കാൻ മാത്രം അവർ പഴച്ചുപോയോ എന്നൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് കഴിയാത്തത്? അവരോടൊന്ന് മനസ്സറിഞ്ഞ് നിങ്ങൾ ചോദിച്ചു നോക്ക്. ശംസുൽ ഉലമക്ക് എന്ത് പിഴവ് പറ്റിയത് കൊണ്ടാണ് വേറെ ഒരു സംഘടനയുണ്ടാക്കിയത്? കണ്ണിയത്ത് ഉസ്താദിന് എന്ത് പിഴവ് പറ്റിയത് കൊണ്ടാണ് നമ്മൾ വേറെ ഒരു സംഘടനയുണ്ടാക്കിയത് എന്ന് ആധികാരികമായി ഒറ്റക്കിരുന്ന് നിങ്ങളെ നേതാക്കളോട് നന്മ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും വിഘടിത വിഭാഗ പ്രവർത്തകരുണ്ടെങ്കിൽ ഒന്ന് ഈ സമൂഹത്തിൽ രണ്ട് പള്ളിയുണ്ടാക്കാൻ, ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നമ്മൾ മറ്റൊരു സംഘടനയുണ്ടാക്കി. ആദർശത്തിന്റെ പേരിലാണെങ്കിൽ ശംസുൽ കുനൂത്ത് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുനൂത്ത് വേണ്ട. മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും സെക്രട്ടറി പദവും പ്രസിഡന്റ് പദവും അലങ്കരിക്കുമ്പോ കോട്ടുമല ഉസ്താദും CH ഹൈദ്രോസ് ഉസ്താദും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ ഒരു സംഘടനയുണ്ടാക്കാൻ കാന്തപുരത്തിന്റെ പ്രോത്സാഹനം നൽകിയത് എന്ത് ചെയ്യുമെന്ന് പഠിക്കാൻ ഈ സമയത്ത് നല്ല പറ്റിയ സാഹചര്യമാണ്. തന്റെ ഇടമുള്ളവല്ല SSFന്റെ പ്രവർത്തകന്മാരുമുണ്ടെങ്കിൽ പഠിക്കാൻ നല്ല അവസരമാണ്. അന്ന് നിങ്ങൾ ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞിരുന്ന ആ വാക്കുകൾ ഇന്നവർക്ക് വിശ്വാസമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക.
കിട്ടുക. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. മാത്തോട്ടം മുഹമ്മദ് കോയ എന്ന് പറയുന്ന അടുത്ത് മരണപ്പെട്ടു പോയി എന്നാണ് തോന്നുന്നത്. കാന്തപുരം വിഭാഗത്തിന്റെ ഒരു വലിയ നേതാവുണ്ടായിരുന്നു. ആ നേതാവ് മഹാനായ ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ശംസുൽ ഉലമക്കൊരു കത്ത് എഴുതി. ആ കത്തിന്റെ പേര് ശംസുൽ ഉലമക്കൊരു തുറന്ന കത്ത് എന്നാണ്. ആ കത്തിന്റെ അവതാരിക എഴുതി കൊടുത്തതാരാണെന്നറിയുമോ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ഇന്ന് ശംസുൽ ഉലമയെ അവർ പുകഴ്ത്തും. ശംസുൽ ഉലമയുടെ അവരെ ആളായി അവർ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കും, പാവങ്ങളായ ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ. എന്നാൽ ജീവിതകാലത്ത് ശംസുൽ ഉലമയെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചവർ മരണം വരെ ശംസുൽ ഉലമയെ ചെറിയഭിഷേകം ചെയ്ത് ജനങ്ങൾക്കിടയിൽ വികൃതമാക്കിയവർ എത്രത്തോളം സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ തകർക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ തേരാളിയായ ശംസുൽ ഉലമയെ നശിപ്പിക്കുക വഴി ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച പുത്തൻ ചിന്താഗതിക്കാർ ശംസുൽ ഉലമയെ ഇകഴ്ത്താൻ ജനങ്ങൾക്കിടയിൽ ഉപയോഗപ്പെടുത്തിയത്. എന്റെ സ്നേഹനിധികളായ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം, ഈ വിഭാഗവും അവരുടെ നേതാക്കളും ശംസുൽ ഉലമക്കെതിരെ പറഞ്ഞ പൂരത്തെറികൾ മാത്രമാണ്. അൽ ഇസ്ലാഹ് മാസിക നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അൽ ഇസ്ലാഹ് മാസിക എന്ന് പറയുന്ന ഇവരുടെ ഒരു മാസികയുണ്ടായിരുന്നു, മുജാഹിദ് പ്രസ്ഥാനം ഇറക്കുന്ന ഈ അൽ ഇസ്ലാഹ് മാസിക. ഇതിൽ മഹാനായ ശംസുൽ മൈക്ക ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ അദ്ദേഹത്തെ കുറിച്ച് അവർ പ്രത്യേക ലേഖനം തന്നെ പ്രസിദ്ധീകരിച്ചു. ശംസുൽ ഉലമ കാന്തപുരം സുന്നി വീക്ഷണത്തിൽ, ശംസുൽ ഉലമ കാന്തപുരം സുന്നി വീക്ഷണത്തിൽ. എന്നിട്ട് മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് കീരത്ത് മുഹമ്മദ് മാഷ് എന്ന് പറയുന്ന അവിടെ കാലത്ത് ഒരു പ്രഭാഷകൻ ഇന്ന് ആ മനുഷ്യനെ കേൾക്കുന്നില്ല, ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അയാൾക്കും തോന്നിയിട്ടുണ്ടാകും, കുറെ കാലം ഞാൻ ശംസുൽ ഉലമയെ തെറി പറഞ്ഞത് ഈ വലിയ മനുഷ്യൻ പഠിപ്പിച്ച നുണ കേട്ടുകൊണ്ടാണ്. ഇപ്പൊ കുറെയൊക്കെ തന്റെ ഇടം വന്നപ്പോ മനസ്സിലായി ഇയാൾ നമ്മളെ വഞ്ചിക്കുകയായിരുന്നു എന്ന്. ചിലപ്പോൾ അയാൾക്ക് മനസ്സിലായോ ആവോ അറിയില്ല. ഏതായാലും അദ്ദേഹം എഴുതിയ പ്രവർത്തനങ്ങൾ, മഹാനായ ശംസുൽ ഉലമ എത്രത്തോളം നീചമായി ശംസുൽ ഉലമയെ ബൽആമാണ് ശംസുൽ ഉലമ എന്ന് പറയുന്നുണ്ട്, ബൽആമാണ് ശംസുൽ ഉലമ എന്ന് പറയുന്നുണ്ട്. മാത്തോട്ടം മുഹമ്മദ് കോയ എഴുതിയ ശംസുൽ ഉലമക്കൊരു തുറന്ന കത്ത്. ഈ തുറന്ന കത്തിലെ 29ാമത്തെ പേജിൽ മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് പറയുന്ന കാര്യം ഓർക്കുമ്പോ സ്വാഭാവികമായും എന്റെ സഹോദരങ്ങളെ, മഹാനായ ശംസുൽ ഉലമ ഒരു ബൽആമാണ് എന്ന് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുകയാണ്. ആരാണ് ബൽആം? മസലഹു കമസലിൽ കൽബ്, മസലഹു കമസലിൽ കൽബ്. അത് സത്യത്തിൽ ശംസുൽ ഉലമയെ കുറിച്ച് പറയുന്നത് വിശുദ്ധമായ ഖുർആൻ പട്ടിയോട് ഉപമിച്ച ബൽആമിനെ കുറിച്ചാണ്. ബൽആമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അയാളെ ഉപമ പട്ടിയോടാണ് എന്നാണ്. അവസാനം നാവ് പുറത്തേക്കിട്ട് കേല ഒഴുക്കിയിട്ട് പട്ടി ചാകും പോലെയാണ്. നിങ്ങൾ അറിയണം ബൽആം ചത്തുപോയത്, കേല ഒഴുക്കി പെടഞ്ഞ് ചത്തുപോയി ബൽആം. ആ ബൽആമിനെ കൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമയെ മാത്തോട്ടം മുഹമ്മദ് കോയ ഉപമിച്ചത്. ഒരു തന്റെ ഇടമുള്ള സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? ആരാണ് ശംസുൽ ഉലമ? നിരവധി ത്വരീഖത്തുകളുടെ ശൈഖായിരുന്ന സൂഫിയായ മഹാനായ ശംസുൽ ഉലമ 40 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നായകത്വം നൽകിയ മഹാനായ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയെ കുറിച്ച് ബൽആമാണ് എന്ന് എഴുതിക്കൊണ്ടാണ് അതിന് അവതാരക എഴുതിയതോ ഇത് മാത്തോട്ടം മുഹമ്മദ് കോയല്ലേ. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതാ ഞാൻ എന്റെ എസ്എസ്എഫിന്റെ പ്രവർത്തകരോട് പറയുന്നത്, സ്റ്റേജിൽ കയറി ഇന്ന് ആരെങ്കിലും ശംസുൽ ഉലമ മഹാനാണെന്ന് പ്രസംഗിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾ കണ്ടാൽ അയാളെ ചെവിക്കൊന്ന് പിടിച്ച് നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ചോദിക്കണം. മാത്തോട്ടം മുഹമ്മദ് കോയ അന്ന് എഴുതിയ ശംസുൽ ഉലമ ബൽആമാണെന്ന് പറഞ്ഞ പുസ്തകം, ശംസുൽ ഉലമ സരസഗംഭീരനായ വക്കീലാണെന്ന് പറഞ്ഞ പുസ്തകം, മഹാനായ ശംസുൽ ഉലമ അതപ്പതിച്ചവനാണെന്ന് പറഞ്ഞ പുസ്തകം, ആ പുസ്തകം പിൻവലിച്ച് നമ്മൾ ശംസുൽ ഉലമയോട് മാപ്പ് പറഞ്ഞോ എങ്കിൽ പിന്നെ എന്തിനാണ് ആ ശംസുൽ ഉലമക്കെതിരെ വേറെ ഒരു സംഘടന? അത് അന്ന് തന്നെ പിരിച്ചുവിട്ടൂടായിരുന്നോ എന്നൊരു ചോദ്യം ഏതെങ്കിലും എസ്എസ്എഫുകാർക്കുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ നേതാവിനോട് ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല. ഒന്ന് അന്വേഷിച്ചു നോക്കൂ, നിങ്ങൾ പഠിച്ചു നോക്ക്. ഇന്ന് ശംസുൽ ഉലമയെ പുകഴ്ത്തുമ്പോ ശംസുൽ ഉലമയെ വലിയ ആളായി നിങ്ങൾ അവതരിപ്പിക്കുന്നു കാണും നിങ്ങൾ എല്ലാവരും. ആ സമയത്ത് നിങ്ങൾ അറിയണം, മറ്റൊന്ന് 1998 ഒരു സിറാജ്, ആ സിറാജിന്റെ കഷ്ണത്തിൽ മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞത് ഈക്കയെ പേറി നടന്നാൽ
പേറിയവരും നാറുമെന്നാണ് അനുഭവങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഈക്കയെ പേറി നടന്നാൽ പേറിയവരും നാറുമെന്നാണ്. ആരെക്കുറിച്ച്? ലോകത്തോട് വിട പറയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പള്ളിയുടെ മുനാരത്തിൽ നിന്ന് മുഴങ്ങുമ്പോ അല്ലാഹുവിന്റെ പള്ളിയുടെ ബാങ്കിന്റെ സുബഹി ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോഴതിനു മുമ്പ് തസ്ബീഹുമാല ശ്വാസം വലിച്ച് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശംസുൽ ഉലമാ, തന്റെ ചുറ്റുഭാഗത്തു നിന്ന് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരും അനുയായികളും ശംസുൽ ഉലമ ശ്വാസം വലിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവർ ബാങ്ക് വിളിക്കുന്നത്. ബാങ്കിന്റെ ശബ്ദത്തിന് മറുപടി പറഞ്ഞ അവസാനത്തെ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം പള്ളിയുടെ മുനാരത്തിലൂടെ മുഴങ്ങുമ്പോ തന്റെ തസ്ബീഹുമാല ആഞ്ഞു വലിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ചൊല്ലി പുഞ്ചിരിച്ച് കണ്ണടച്ച മഹാനായ ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമയെ ബൽആം എന്ന് വിളിച്ച, ആ ശംസുൽ ഉലമയെ വക്കീൽ എന്ന് പറഞ്ഞ, ആ ശംസുൽ ഉലമയെ പേറിയവരും നാറുമെന്ന് പറഞ്ഞ കാന്തപുരം വിഭാഗത്തിന് ഈ ഭൂമിയിൽ അഭിമാനത്തോടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഗുരുത്വത്ത് മഹാനായ നാട്ടിക ഉസ്താദ് പറയാറുണ്ട്, ഗുരുത്തക്കേടിന്റെ അറ്റം കബീറ, വിമതന്റെ പതനം ഖരീബ. അല്ലാഹു മഹാനായ നാട്ടിക ഉസ്താദിന് ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അമ്മേ നാട്ടിക ഉസ്താദ് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം. ഇന്ന് മുടി എന്ന് കേൾക്കുമ്പോൾ നട്ടല ബാർബർ ഷാപ്പ് കണ്ടാ വിഘടിതന്മാർക്ക് ബേജാറാ. കാരണം പഠിച്ചോര് ബാർബർ ഷാപ്പ് കണ്ടാ പേടിക്കാറുന്ന വിഘടിതർ. അതേക്കുറിച്ച് ഒന്നും മറുപടി പറയാനില്ല. എന്തേ കാരണം? അന്ന് നാട്ടിക ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ആരും ബേജാറാവണ്ട. കാരണം ഗുരുത്തക്കേടിന്റെ അറ്റം കബീറ, വിമതന്റെ പതനം ഖരീബ. അത് അടുത്തിട്ടുണ്ട്. ആ അടുത്ത സത്യമാണ് എന്റെ സ്നേഹതികളായ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞപ്പോ അവർ കണ്ണിയത്ത് ഉസ്താദ് സ്മരണ ഇറക്കി. ആദ്യം പിഞ്ചാക്കാണെന്ന് പറഞ്ഞു, നിഫാഖ് നിങ്ങൾ ഓർക്കണം, ആദ്യം ഉപ്പഞ്ചാക്കാണെന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിനെതിരെ സംഘടനയുണ്ടാക്കി, കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കയറ്റി, അങ്ങനെയൊക്കെ വേദനിപ്പിച്ച വിഭാഗം കണ്ണിയത്ത് സ്മരണ ഇറക്കി വഫാത്തായപ്പോ. എന്നിട്ട് അതിലും ശംസുൽ ഉലമയെ തെറി പറഞ്ഞു. പാർന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ എഴുതിയ ഒരു കണ്ണിയത്ത് സ്മരണയിലെ ഒരു കഷ്ണം അതിൽ പറയുന്ന കേൾക്കോ നിങ്ങൾ. മറ്റൊരാളെ തലയിലേക്ക് ഇട്ടുകൊണ്ടാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് എന്തോ ചില ദീർഘവീക്ഷണത്തെ തുടർന്നുണ്ടായ ചോദ്യമായിരുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈക്കയെ കുറിച്ച് കണ്ണിയത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഈക്ക വഹാബിയല്ലേ, നാം പറയുന്നത് കേൾക്കുമോ? ഈക്ക വഹാബിയല്ലേ, നാം പറയുന്നത് കേൾക്കുമോ? ഇത് കേട്ടപ്പോ പാർന്നൂര് പറയാണ്, ഇത് കേട്ടപ്പോ അന്ന് നമ്മുടെ ഭാഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഈക്കയെ പറ്റി ഇത് കണ്ണിയത്ത് ചോദിച്ചപ്പോ അല്പം വേദന തോന്നി. കാരണം കണ്ണിയത്ത് ഈക്ക ഉജാഹിദല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾക്ക് ഭയങ്കര വിഷമം. കാരണം ശംസുൽ ഉലമ വഹാബി അല്ലേ എന്ന് ചോദിക്കാൻ പറ്റുമോ? എന്നിട്ട് ഇദ്ദേഹത്തിന് വ്യാഖ്യാനം കേട്ടോളൂ നിങ്ങൾ. വേദന തോന്നിയിരുന്നു. ഇന്ന് അതില്ലെങ്കിലും മൂപ്പർക്ക് വേദന ഇല്ല. കാരണം മൂപ്പർക്ക് ഉറപ്പായി ഇത് പച്ച മുജാഹിദാണ്. ആര്? മഹാനായ ശംസുൽ ഉലമ പച്ച മുജാഹിദാണ് മൂപ്പർക്ക് മനസ്സിലായി. ആർക്ക്? പാർന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർക്ക്. ശംസുൽ ഉലമ ബൽആം, ശംസുൽ ഉലമ മുജാഹിദ്, ശംസുൽ ഉലമ പുത്തൻവാദി, ശംസുൽ ഉലമ വക്കീല്, ശംസുൽ ഉലമ ഒന്നിനും പറ്റാത്തവർ, ശംസുൽ ഉലമയെ പേറിയവരൊക്കെ മാറുന്നവർ. ഇതിന് മാത്രം മഹാനായ ശംസുൽ ഉലമയെ അവസാനം വരെ ആക്ഷേപിച്ചും തെറി പറഞ്ഞും അതൊക്കെ കേൾക്കുമ്പോ സിന്ദാബാദ് വിളിച്ച കുട്ടികൾ, ഈ കുട്ടികൾ മരിച്ചതിന് ശേഷം പിന്നെ അവർ ചെറിയൊരു മഹത്വം എഴുതി. ശംസുൽ ഉലമയെ കുറിച്ച് ചെറിയൊരു മഹത്വം എഴുതി. അതാണ് സുന്നി വയസ്സ്. മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് വഫാത്തിന് ശേഷം എഴുതിയൊരു മഹത്വം ഞാൻ വായിച്ചുതരാം. കുറെ മഹത്വങ്ങൾ വേറെ എഴുതിയിട്ടുണ്ട്. സുന്നി ആദർശ വൈരികളോട് പടവെട്ടാൻ മൗലാന കാന്തപുരത്തോടൊപ്പം നിരവധി സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെട്ട ശംസുൽ ഉലമ. മനസ്സിലായില്ല? സുന്നി ആദർശ വൈരികളോട് പടവെട്ടാൻ മൗലാന കാന്തപുരത്തോടൊപ്പം നിരവധി സ്റ്റേജുകളിൽ പങ്കെടുത്ത ശംസുൽ ഉലമ. കാന്തപുരം മുജാഹിദിന് മറുപടി പറയാൻ പോകുമ്പോ ബാക്കിൽ ബാഗേറ്റ് ശംസുൽ ഉലമ ഉണ്ടായിരുന്നു. കാരണം ശംസുൽ ഉലമ മൂപ്പര് പറഞ്ഞ് കേട്ട് പഠിച്ചാലേ. അപ്പൊ ബഹുമാനപ്പെട്ടവർ ഞങ്ങളെ ശൈഖ് തന്നെയാണ് വലുത് എന്ന് പറയാൻ വഫാത്തിന്റെ ശേഷവും ശംസുൽ ഉലമ ഇകഴ്ത്താൻ മാത്രം ലജ്ജയില്ലാത്ത വിഭാഗമായി മാറി. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ശംസുൽ ഉലമക്കെതിരെ സംഘടന ഉണ്ടാക്കണതെങ്കിൽ സന്തോഷമല്ലേ ഉള്ളൂ? എല്ലാവർക്കും സന്തോഷമല്ലേ ഉള്ളൂ? കാരണം ബൽആമായ ഒരു നേതാവിന്റെ പിന്നിൽ ഒരാൾ പ്രവർത്തിക്കാൻ കഴിയോ സുന്നികൾക്ക്? പുത്തൻവാദികളുടെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിയോ സുന്നികൾക്ക്? അതുകൊണ്ട് തന്നെ അതിൽ വേറെ സംഘടന ഉണ്ടാക്കിയ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ശംസുൽ ഉലമ വഫാത്തായതോടുകൂടി ഇവർക്ക് മനസ്സിലായി, ഇനി നാളെ ശംസുൽ ഉലമയ്ക്ക് ശേഷം ഞങ്ങൾ നേതാവാണ് സെക്രട്ടറി എന്ന് ജനങ്ങൾ
ജനങ്ങൾക്കിടയിൽ പറയണമെങ്കിൽ താൽക്കാലികമായി ശംസുലമയൊന്ന് മഹത്വം പറയണം. അതിനു വേണ്ടി അവർ നാളിതുവരെ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞു. ഞാനിത് എത്രയോ മുമ്പ് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സിറാജാണ്. ഞാൻ ശംസുലമയുടെ മഹത്വം ഇനിയുമവർ പറയുമ്പോ ഇത് കാപട്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്റെ സ്നേഹിതകളെ ഒരു സൂചന നൽകുന്ന മാത്രം ഞാനിവിടെ നീട്ടിക്കൊണ്ടു പോവുക എന്നതും വിശദമായൊരു ചർച്ചയും ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ എഴുതി ശംസുലമക്കെതിരെ സംഘടന ഉണ്ടാക്കിയ ആൾക്കാർ ശംസുലമ വഫാത്തായതിനു ശേഷം പത്രമിറക്കിയതാ ഷെയ്ഖുന ഇ കെ അന്തരിച്ചു, ഷെയ്ഖുന ഇ കെ അന്തരിച്ചു. എന്നിട്ട് അവർ എഴുതി എന്താണെന്നറിയുന്നത്? സുന്നി വിരുദ്ധരെ ഉളുപ്പില്ലാത്ത ജന്തുക്കൾ എന്നാണ് ഇ കെ തന്റെ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. അമ്പിയാക്കൾ എന്ന് പറയുന്ന കോഴിക്കോട് 6 പതിറ്റാണ്ടിലേറെക്കാലം സുന്നി വിരുദ്ധർക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ശംസുലുലമയുടെ അവസാനത്തെ പൊതുപ്രസംഗവും സുന്നി ഇതര പ്രസ്ഥാനങ്ങളോടുള്ള എതിർപ്പ് പ്രകടമാക്കുന്നതായിരുന്നു. അപ്പൊ കണ്ണടക്കും വരെ സുന്നികൾക്കെതിരെ പ്രസംഗിച്ചു. വഫാത്തിന്റെ സമയത്തുള്ള പ്രസംഗം പോലും സുന്നി വിരുദ്ധർക്കെതിരെയാണ്. അപ്പൊ പിന്നെ പാർണൂരും PP വൈദിക മുസ്ലിയാരും അതേ പ്രകാരമുള്ള വിഭാഗങ്ങളൊക്കെ സംഘടന ഉണ്ടാക്കാൻ ശംസുലുമ വഹാബിയാണ് എന്ന് പറഞ്ഞത് എന്നാ കബറിന്റെ ഉള്ളുന്ന നമ്മൾ അന്വേഷിക്കണം. ഞാൻ പറയുന്നത് ദുന്യാവിൽ ആരെ ഇകഴ്ത്തിയാലാണ് പണം വരാൻ കഴിയുക, ആരെ ഇകഴ്ത്തിയിട്ടാണ് ഒരു പറ്റം കുട്ടികളെ ക്ഷിപ്രന്മാരും അഹങ്കാരികളും ധിക്കാരികളുമാക്കാൻ കഴിയുക. ഇതിനു വേണ്ടി മാത്രമാണ് സമസ്തയുടെ വിരോധികൾ പ്രവർത്തിച്ചത്. ഞാൻ എന്റെ സ്നേഹനിധികളായ സുഹൃത്തുക്കളോട് പറയുന്നത് ശ്രദ്ധയോട് കൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം. അന്ന് ഈ സത്യം ജനങ്ങൾക്കിടയിൽ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിരുന്ന മഹാനായ നാട്ടിക ഉസ്താദ് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അല്ലാഹു മഹാനവർ രുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ പുത്തൻവാദികൾക്കെതിരെ ഇങ്ങനെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ആ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു നേതാവുണ്ട്. ഇപ്പൊ അയാളെയും കാണുന്നില്ല, അയാളും റിട്ടയർഡായോ എന്തോ അല്ലാഹു ആലം. ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെന്നതായി നമുക്കറിയാം. KMA റഹീം സാഹിബ് അയാൾ ചന്ദ്രികാ പത്രവുമായി വന്നു. ചന്ദ്രികാ പത്രവുമായി വന്നിട്ട് അയാൾ അന്ന് പ്രസംഗിച്ചത് മേലാറ്റൂര് പഞ്ചായത്തിൽ നിങ്ങളുടെ നേതാവ് നാട്ടിക മൂസ മൗലവി സിനിമ ടാക്കീസ് ഉദ്ഘാടനം ചെയ്തു എന്ന് പ്രസംഗിച്ചു. ചന്ദ്രിക വായിച്ചു, പത്രം വായിച്ചു കൊടുത്തു. നാട്ടുകവി മൂസ മൗലവി സിനിമ ടാക്കീസ് ഉദ്ഘാടനം ചെയ്തു എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തകന്മാർ വക്കറ്റുമായി വരുന്നുണ്ട്. വലിയൊരു ചെലവിന് വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നല്ല സംഖ്യകൾ എല്ലാവരും ആ വക്കലിട്ട് ഈ പരിപാടി വെച്ച് വിജയമാക്കണം. അള്ളാഹു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വേണ്ടി പ്രവർത്തിക്കാനുള്ള കരുത്തും ശേഷിയും ഇവിടുത്തെ പ്രവർത്തകർക്കും നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് അവർ മഹാനായ ശംസുൽ ബഹുമാനപ്പെട്ടവർക്കെതിരെ ശക്തമായ കോലാഹലങ്ങളുമായി അക്കാലത്ത് അവർ മുന്നോട്ട് വന്നു. അങ്ങനെ മുന്നോട്ട് വന്നിട്ട് അവർ പ്രസംഗിച്ചൊരു പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട നാട്ടിക എന്ന് പറയുന്ന നിങ്ങളെ നേതാവ് മേലാറ്റൂർ പഞ്ചായത്തിൽ സിനിമ ടാക്കീസ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മളെ കുട്ടികൾ സാഹചര്യമായിരുന്നു. അത് വളരെ അത്ഭുതപ്പെട്ട സാഹചര്യമായിരുന്നു. കാരണം അഖില സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട നാട്ടുകവി മൂസ മുസ്ലിയാർ സിനിമ ടാക്കീസ് ഉദ്ഘാടനം ചെയ്തു എന്നോ. അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തിന് പല ആളുകളും, ഞങ്ങളെല്ലാം കൂടി കുറെ ആളുകൾ, ചെറുപ്പക്കാർ സുഹൃത്തുക്കളെല്ലാം കൂടി അദ്ദേഹത്തിന് ഒരു കത്ത് എഴുതി. ആ KMA റഹീം സാഹിബിന് ആ കത്ത് എഴുതിയപ്പോ ആ കത്തിന് മറുപടിയായി അന്ന് ആ മനുഷ്യൻ തിരിച്ചു മറുപടി അയച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ആ ഒറിജിനൽ കോപ്പി സത്യത്തിൽ ഞാൻ ഇന്നിങ്ങനെ വെറുതെ പരിധി നോക്കിയപ്പോ മുമ്പ് ഉണ്ടായിരുന്നാണല്ലോ. ഞാനിത് മനസ്സിലാക്കാൻ, ഇവരുടെ കാപ്പറ്റ മനസ്സിലാക്കാൻ, ഓരോരോ കാലം വരുന്നവരെ ചീത്ത പറയാ, എന്നിട്ടാണ്ട് തള്ളിയിട്ട് ഇവിടുത്തെ കുട്ടികൾ അവർക്കെതിരെ തിരിക്കുക, ഒരു മരിച്ചുപോയ പിന്നെ മഹത്വം പറഞ്ഞ അടുത്താലും അലികേറുക. ഇതാണ് അവരുടെ സംസ്കാരം. നാട്ടിക സിനിമ ടാക്കീസ് ഉദ്ഘാടനം ചെയ്തു എന്ന് പ്രസംഗിച്ചപ്പോ ഞാനും എന്റെ സുഹൃത്തുക്കൾ കൂടി ഇദ്ദേഹത്തിന് കത്തെഴുതി. ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യം? ഇവരുള്ള ആളുകൾ അന്വേഷിച്ചത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചതോ? അപ്പൊ അയാൾക്ക് മറുപടി അയച്ചു. ആ മറുപടി എഴുതിയ ഒറിജിനൽ കത്താണിത്. ഈ കത്തിൽ അദ്ദേഹം എഴുതിയത്, പ്രിയ സുഹൃത്തെ, അസ്സലാമു അലൈക്കും, സുഖമാകട്ടെ. അയച്ച കത്ത് കിട്ടി. നാട്ടിക പ്രശ്നം പൊന്മള ഉസ്താദിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചതായിരുന്നു. പൊന്മള ഉസ്താദാണെങ്കിൽ ചന്ദ്രികയിൽ നിന്ന് ഒരു ലീഗുകാരൻ ഹാജി തന്നെ കാണിച്ചതനുസരിച്ച് പറഞ്ഞതും. ഇത് ലീഗുകാരൻ അല്ലാഹു അഅലം. ശേഷം നടന്ന അന്വേഷണത്തിലാണ് ടാക്കീസിലേക്കുള്ള ഒരു റോഡ് പണിയാണ് ഉദ്ഘാടനം ചെയ്തതെന്നും ചന്ദ്രിക റിപ്പോർട്ടിൽ ഒരു കോമയിട്ടത് തെറ്റിയാണ് എന്നും അറിയാൻ കഴിഞ്ഞു. ഇതെന്നാണ് ഒരിക്കലുള്ള കേടുക്കുക, ഒരു കോമയും തിരിയില്ല. ഈ ഒരു അവസ്ഥയിൽ അവർ നശിക്കുകയാണ്. ഏതായാലും ഈ പ്രശ്നത്തിൽ പ്രവർത്തകർക്ക് വിഷമമുണ്ടായെങ്കിൽ ക്ഷമിക്കുമല്ലോ. അറിയണം നിങ്ങൾ, അത് നാട്ടിക ഉസ്താദിനെ പറ്റി ഇല്ലാത്ത നോണ പറഞ്ഞിട്ട് മാപ്പ് വയ്ക്കുന്നത് പ്രവർത്തകരോട്. നാട്ടിക ഉസ്താദിനോടല്ലേ മാപ്പ് വയ്ക്കേണ്ടത്?
ഞാൻ പറയുന്നത് ആ വായന എന്തൊക്കെ പറയുന്നു അത് മുഴുവനും വിളിച്ചു പറഞ്ഞ് ഭൗതികമായ സുഖാഡംബരത്തിന് അവസരമുണ്ടാക്കുക എന്നല്ലാതെ ഈ കോലം കെട്ടി ജീവിക്കുന്ന മനുഷ്യർക്ക് അഖിൽ സുന്നത്ത് വൽ ജമാഅത്തിനോട് വല്ല താല്പര്യവുമുണ്ടോ? സുന്നത്ത് ജമാഅത്തിനോട് വല്ല താല്പര്യവുമുണ്ടോ? ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു ബഹുമാനപ്പെട്ട ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ അഖിൽ സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് അവർ അന്ന് പ്രസിദ്ധീകരിച്ച ഈ പത്രത്തിൽ ഉമർ അലി ശിഹാബ് തങ്ങളുടെ തല ഛിന്ന ഭിന്നമായി കഷ്ടമാക്കി പ്രസിദ്ധീകരിച്ചത്. അവരെ പത്രത്തിൽ കഷ്ടമായി മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളെ പ്രസിദ്ധീകരിച്ചു. ആളുകൾക്കിടയിൽ ആരാ പാണക്കാട് തങ്ങന്മാർ, ഇതേ ഉമർ അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായപ്പോ കുഗ്രാമങ്ങളിലും കവലകളിലും പ്രകടനം. എന്താ പ്രകടനം? സുന്നത്ത് ജമാഅത്തില്ലാത്ത വഖഫ് ബോർഡ്, സുന്നത്ത് ജമാഅത്തില്ലാത്ത വഖഫ് ബോർഡ്. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉപാധ്യക്ഷനാണ് ഉമർ അലി ശിഹാബ് തങ്ങൾ. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ SKSSFന്റെ പ്രവർത്തകന്മാർക്ക് ആശയം ആവേശവുമായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാൻഷിപ്പിലെത്തിയപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് മനസ്സന്തോഷമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ടവരെ തല പിച്ചി ചീന്തി പ്രസിദ്ധീകരിച്ച് കവലകളിൽ പ്രകടനം നടത്തി. ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ സുന്നത്ത് ജമാഅത്തില്ലാത്ത വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയ വിഭാഗം നമ്മളറിയണം. ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് വ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി, മക്കളെ ഞാൻ സുന്നത്ത് ജമാഅത്തില്ലാത്ത ആളാണെന്ന് പറഞ്ഞ് എന്റെ തല പിച്ചു ചീന്തി പണം കൊയ്യാനും ദീനിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിനെ തകർക്കാനും സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാനും ചില ആളുകൾ മുന്നോട്ട് വന്നു. ആ വഞ്ചനയിൽ നിങ്ങൾ പെടരുത്. ഞാൻ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. സ്നേഹനദികളായ ചെറുപ്പക്കാരെ SKSFന്റെ പ്രവർത്തകന്മാരോർക്കണം, ഉമർ അലി ശിഹാബ് തങ്ങൾ സക്കറാത്തിന്റെ സമയം ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന സമയം, ശ്വാസം വലിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കഴിയുന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങളോട് ചോദിച്ച് കാക്കാ വിഷമമുണ്ടോ? ഒന്നുമില്ല എന്ന മറുപടി പറഞ്ഞ ഉമർ അലി ശിഹാബ് തങ്ങൾ തന്റെ തലയുടെ കിബിലയുടെ ഭാഗത്തേക്ക് ചരിച്ചു വെച്ച് കിബിലയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നു. ആ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടെയുള്ള എല്ലാവരും മുഖത്ത് നോക്കിയും ഒന്ന് കൊഞ്ചിരിച്ചു. ആ ചിരിയോടുകൂടെ തങ്ങൾ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ അലി ശിഹാബ് തങ്ങളുടെ ആ ചിരി മെല്ലെ മെല്ലെ അങ്ങ് അവസാനിച്ചു. ബഹുമാനപ്പെട്ട ശ്വാസം എന്നേക്കുമായി പറന്നകന്നു. ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, ആ മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ തലപ്പിച്ചു ചീന്തി. ഉമർ അലി ശിഹാബ് തങ്ങൾ മോശമാണെന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കിയ ആളുകൾ ഇനിയും നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്റെ സഹോദരങ്ങളെ മുന്നോട്ട് വരും. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത് കഴിഞ്ഞില്ല. മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ് ശംസുൽ മക്ക് ശേഷം നമുക്ക് മുഴുവനും അഭിമാനമായി ജീവിച്ച നിഷ്കളങ്കതയുടെ പ്രതീകമായിരുന്നു ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്. എന്ത് തെറ്റാണ് കാളമ്പാടി ഉസ്താദ് ചെയ്തത്? എന്ത് തെറ്റാണ് കാളമ്പാടി ഉസ്താദ് ചെയ്തത്? ബഹുമാനപ്പെട്ടവർ തന്റെ രാവും പകലും ദർസ് നടത്തി. രാവിലെ ശനിയാഴ്ച നേരം വെളുത്താൽ രാവിലെ പട്ടിക്കാട് ജാമിയ നൂരിയയിലെത്തും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, രാവിലെ പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് കടന്നു വന്ന് ഉസ്താദിന്റെ കിതാബ് മുത്താല ചെയ്യും. പിന്നുള്ള ദിവസം മുഴുവനും സബുക്കാണ്. ഒരു ദിവസം പോലും ഉസ്താദ് സബുക്ക് ഒഴിവാക്കില്ല. പാതിരാക്ക് 2:30 മണിക്ക് ഉസ്താദ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ ഖുർആനും ദിക്റുമായി കിതാബ് മുത്താല ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ കാളമ്പാടി ഉസ്താദ് തന്റെ 2 കുട്ടികൾ മരിച്ചു കിടക്കുമ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കയറി ചെന്നപ്പോ തങ്ങള് അവരെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയി. ഒരാള് വന്നിട്ടുള്ളൂ, അടുത്ത ആളിപ്പ വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർഭരനായി വളരെ ആത്മാർത്ഥമായി മക്കൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ പോലും ക്ഷമിക്കാൻ ഈമാനുണ്ടായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദം അലങ്കരിച്ചപ്പോ എല്ലാവരും സന്തോഷിച്ചു, സമാധാനിച്ചു. പക്ഷേ നിങ്ങൾ ഓർക്കണം, ചില ആളുകൾ അന്ന് പ്രസംഗിച്ചതെന്താ? നമ്മൾ മറന്നു. അത് കാള പ്രസിഡന്റായിരിക്കുന്നു സമസ്തയുടെ, കാള പ്രസിഡന്റായിരിക്കുന്നു സമസ്തയുടെ പ്രസിഡന്റ് കാള. ആരെക്കുറിച്ചായി പറയുന്നത്? ശൈഖുനാ കാളമ്പാടി ഉസ്താദ്. അല്ലാഹുവേ ദർജാഖത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. സ്വന്തം മക്കൾ ശിഷ്യന്മാര് തന്റെ ഷർട്ട് ഇസ്തിരിട്ട് കൊടുക്കുമ്പോ അറിയാതെ ഇസ്തിരി പിടിച്ചുപോയി ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ. ആ സമയത്ത്
ആ ശിഷ്യൻ വേഗം ടൗണിൽ പോയി ഒരു വെള്ള ശീല കൊണ്ടുവന്നിട്ട് ഉസ്താദിന് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ കുപ്പായം മെല്ലെ പിടിച്ചുപോയി എന്റെ കയ്യിൽ നിന്ന്, അതുകൊണ്ട് ഉസ്താദ് ഞാനൊരു ശീല വാങ്ങിയതാണ്. ഉസ്താദ് ചോദിച്ചു, കുട്ടിയാരെ നിങ്ങൾ ആ ഇസ്തിരിട്ട കുപ്പായം കൊണ്ടുവരി. അവസാനം കയ്യിന്റെ ഭാഗത്ത് ഇസ്തിരി പിടിച്ച് ഓട്ടയായിട്ടുണ്ട്. ഒരാഴ്ചയോളം മഹാനായ ശൈഖുന കാളമ്പാട് ഉസ്താദ് ജാമ്യയിൽ ധരിച്ചത് ആ ഒരു ഓട്ടയുള്ള ഷർട്ടായിരുന്നു എന്ന് പറയുമ്പോ, സുഹൃത്തുക്കളെ, എല്ലാവരും നിർബന്ധമായി ആ റോട്ടിലായിരുന്നു നിൽക്കരുത്. നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മൾ സമസ്തയെ സ്നേഹിക്കുന്ന, സമസ്തയെ മണക്കാൾ ചെയ്തമാരെ സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളല്ല, അതോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്റെ സുഹൃത്തുക്കളായ ആളുകളൊക്കെ ഈ സ്ഥലത്തിലേക്ക് ഇറങ്ങി നിൽക്കണം. ആ റോട്ടിലാരും നിൽക്കരുത്. വളരെ പ്രയാസമുണ്ടാകുന്ന റോട്ടിൽ നിന്നാൽ അതുകൊണ്ട് എല്ലാവരും റോട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കണം. അള്ളാഹു ഖൈറും സന്തോഷവും നൽകുമാറാവട്ടെ. എങ്കിലും നിങ്ങൾക്ക് കാണാനും മറ്റൊക്കെ സൗകര്യമുണ്ടാകും. സ്റ്റൂളുകൾ ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ വന്ന് ഇരിക്കണം എന്ന് വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്. റോട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആരിലും ഉണ്ടാകരുത്. ബഹുമാനപ്പെട്ടവർ ഒരാഴ്ചയോളം ആ ഷർട്ടും ധരിച്ച് ജാമ്യയിൽ ദറസ് നടത്തിയ, അത്രയും ഭൗതികമായി സൗകര്യം ആഗ്രഹിക്കാത്ത നിഷ്കളങ്കതയുടെ പ്രതീകമായ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ കാള പ്രസിഡന്റായി എന്ന് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേ പ്രകാരം കാളൗട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കാള പ്രസിഡന്റായപ്പോ കാളൂട്ട് നടക്കല്ലോ എന്ന് പ്രസംഗിച്ചില്ലേ ഒരു പണ്ഡിത കോലം കെട്ടിയ മനുഷ്യൻ? ചോദിക്കട്ടെ, കാളമ്പാടി ഉസ്താദ് എന്ത് തെറ്റ് ചെയ്തു? ശംസുൽ കാണിച്ച പാതയിലൂടെ ജീവിച്ചു, അതിന്റെ പ്രസിഡന്റായി. അതുകൊണ്ട് ഇത് മഹാനായ കാളമ്പാടി ഉസ്താദിനെയും തല്ലി തകർക്കണം. ഒരു സ്ഥലത്തുള്ള പ്രത്യേക ഓല മഹത്വം പറയാനുള്ള അതാണ്. കുറെ എത്തിമക്കളെ പോറ്റുന്നുണ്ട്. എത്തിമക്കളെ കുറെ മദർ തെരേസയും പോറ്റിയിരിക്കുന്നില്ല മനുഷ്യന്മാരെ. MKAജിയും കുറെ പോയിട്ട് അവിടെ എത്തിംഖാനിലും കുറെ എത്തിമക്കൾ പോകുന്നത്. പണമുള്ളവർക്ക് എന്തുണ്ടാക്കിക്കൂടെ ഈ കാലത്ത്? പണം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാ ബേജാറ്? പണം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ ഈ കാലത്ത്? എന്തുണ്ടാക്കാ പണത്തിന്റെ മേൽ പരുന്ത് പറക്കില്ല. പണമുണ്ടാക്കുന്നു, വീണ്ടും പണമുണ്ടാക്കുന്നു. അതിന് പാവങ്ങളായ കുറെ കുട്ടികൾ സിന്ദാബാദ് വിളിച്ചറ്റുകളെ പിഴിയുന്നു. അതിന് പിഴിയാൻ കുറെ പറ്റുന്ന കുറെ പൊട്ടന്മാരായ കുട്ടികൾ, മൂലയിലും പൊട്ടന്, അതിനേക്കാളും വലിയ പൊട്ടൻ കുട്ടികൾ. ആ കോലത്തിലല്ലേ ഇന്നത്തെ യാത്ര? ആ കോലത്തിലല്ലേ ഇന്നത്തെ നേതാക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞ നേതാക്കന്മാർ വളവന്മാരാണ്. ഈ കുട്ടികൾ പൊട്ടന്മാരാണ്. പണ്ട് ആരോ ഒരു തമാശ പറഞ്ഞുണ്ട്, എല്ലാം പൊട്ടന്മാരാ. ആരോ പറയാറുണ്ട്, പണ്ട് ഒരാൾ തിരൂരിക്ക് പോകുമ്പോ ഒരാൾ ചോദിച്ചല്ലോ, ഇജ്ജ് എവിടുക്കാണോ, തിരൂരിക്കാണോ എന്ന് ചോദിച്ചാലോ, അതൊക്കെ ചോദിച്ചോൻ പൊട്ടനാ. അപ്പൊ കേട്ടോൻ അതിനേക്കാളും വലിയ പൊട്ടനാ. ഓൻ പറഞ്ഞാലോ, അല്ലല്ല ഞാൻ തിരൂരിക്കാണ് പറഞ്ഞാലോ. നീ എവിടേക്കാ പോകണമെന്ന് വെച്ചപ്പോ ഓൻ പറഞ്ഞ അല്ലല്ല തിരൂരിക്കാണെന്ന് വെച്ചപ്പോ ഒന്ന് പറയണം, അല്ലല്ല ഞാൻ തിരൂരിക്കാണ്. അപ്പൊ കേട്ടോനും പൊട്ടനാ. അപ്പൊ ഈ പറഞ്ഞത് ഇവർക്കും മനസ്സിലായപ്പോ ഇപ്പൊ പറഞ്ഞാലോ, അത് ശരി അങ്ങനെയാണല്ലേ, ഞാൻ വിചാരിച്ചിട്ട് തിരൂരിക്കേറ്റണേ കാരം. അപ്പൊ പേരും പൊട്ടന്മാരാ രണ്ടാളും എന്ന് പറയുന്നത് പോലെ, ഇത് പറയണോനോ പൊട്ടൻ, കേൾക്കണ കുട്ടികളോ പേരും പൊട്ടന്മാരി എന്ന് പറയുന്നത് പോലല്ലേ ഇന്നത്തെ അവസ്ഥ. ഇവിടെ പ്രസംഗിച്ച ആള് വളവനാട്ടോ, അതുകൊണ്ടാണല്ലോ അയാൾ കീശകുർക്കുറിയുടെ കൂടെ നടക്കുന്നത്. അതുകൊണ്ട് അയാൾ വളവനാൻ. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഇത് കേൾക്കുന്ന നമ്മൾ വിഡ്ഢികളാവരുത്. പഠിക്കാൻ എന്റെ സ്നേഹനദികളായ സുഹൃത്തുക്കൾ തയ്യാറാവണം. അങ്ങനെ മഹാനായ കാളമ്പാടി ഉസ്താദിനെ ആക്ഷേപിച്ചു. കാളമ്പാടി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു. കുട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ ദർസ് നടത്തുന്ന കാലം ബഹുമാനപ്പെട്ട ഉസ്താദിന് ഹാർട്ട് സംബന്ധമായ ഒരുപാട് ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ട് വീട്ടിൽ വിശ്രമിക്കുന്ന സമയം ബഹുമാനപ്പെട്ട ഉസ്താദ് വേദനയോടെ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹാർട്ടിന്റെ ബ്ലോക്കുള്ള കാര്യത്തിൽ വിഷമമില്ല, എന്റെ കാലിന്റെ തരിപ്പൊന്ന് മാറിക്കിട്ടാൻ ദ്വാരിക്കണം, എനിക്ക് കോളേജിൽ പോകണം, കണ്ണടക്കും വരെ ദർസ് നടത്താനുള്ള തൗഫീഖിന് വേണ്ടി ദ്വാരിക്കണം എന്ന് കാളമ്പാടി ഉസ്താദ് പറഞ്ഞ് തന്റെ അവസാനം വരെ ദർസ് നടത്തി. എന്നേക്കുമായി ലോകത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വിട പറഞ്ഞു പോയ മൗലാന കാളമ്പാടി ഉസ്താദ്. ആ കാളമ്പാടി ഉസ്താദിനെ ഇവര് വെറുതെ വിട്ടില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ. അതിലൊന്നും നമുക്ക് ആക്ഷേപിക്കാനൊന്നുമില്ല. നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മുടെ മാണിക്കക്കല്ലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവർ വെറുതെ വിട്ടോ? അവസാനം റസൂലുള്ളാഹിനെ ഇകഴ്ത്തി കളിയാക്കി പരിഹസിച്ച് അവസാനം റസൂൽ 2 കൊല്ലം മുടി വളർത്താതെ ഒരു അമ്മായി കോലത്തിൽ ജീവിച്ച ആളാ റസൂലുള്ളാഹി എന്ന് ഉളുപ്പില്ലാതെ അവസാനം ഇവർ എഴുതിവിട്ടു ഇന്ന് വരെ. അതുകൊണ്ടാണല്ലോ ഇവർക്ക് വയം തരുവണ സിറാജിൽ എഴുതിയ ലേഖന ഞാനൊന്നും ഇപ്പൊ വായിക്കുന്നില്ല. അവസരോചിതമായി വേണമെങ്കിൽ ഇനിയും ഇൻഷാ അല്ലാഹ് അവർ ഇനിയും ഇവിടെ പ്രസംഗിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം പരിപൂർണമായി നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാലോ മനസ്സിലാക്കാലോ. അതുകൊണ്ട് ഇനി അവർ വരുമ്പോൾ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. അവരുടെ പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. 2 വർഷം മുടി നീണ്ടു കിടക്കുന്ന ഒരാളായിരുന്നു അള്ളാന്റെ റസൂലി എന്ന് എഴുതി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെ സ്ഥാപനത്തിൽ കൊണ്ടുവച്ച ഒരു മുടി മുത്തുനബിന്റെതാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ സാദത്തിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ
പിന്നെന്ത് ശംസുലമ അവർക്ക്, പിന്നെന്ത് കണ്ണിയത്ത് ഉസ്താദ് അവർക്ക്, പിന്നെന്ത് കാലമ്പാടി ഉസ്താദ്. ഇന്നവരാരും കുറ്റം പറയാത്ത സ്വാലിഹീങ്ങളായി മാറി. എന്തേ കാരണം? പറഞ്ഞതൊക്കെ പൊളിഞ്ഞു എന്ന സത്യം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്റെ SKSSF പ്രവർത്തകന്മാരെ, മഹാനായ ശംസുലമ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് സുന്നത്ത് ജമാഅത്തല്ല, സമ്പത്ത് ജമാഅത്താണ്. ഒരിക്കൽ കൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ്. കഴിഞ്ഞില്ല. മഹാനായ കോട്ടുമല ഉസ്താദ് കോഴിക്കോട് വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു നേതാവിന്റെ പേര് പറഞ്ഞപ്പോ ചില കുട്ടികൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അബൂബക്കർ എന്ന് പറയാൻ ഞാൻ മതി, അബൂബക്കർ അല്ലാഹു ആണ് എന്ന് പറയാൻ ഞാൻ മതി. ആ കോലത്തിലേക്ക് ഇവരുടെ വിശ്വാസവും കാട്ടിക്കൂട്ടലും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, മഹാനായ കോയക്കുട്ടി ഉസ്താദ് അല്ലാഹു രോഗശമനവും ദീർഘായുസ് നൽകട്ടെ. ആ മഹാമനീഷികളും പാണക്കാട് സയ്യിദന്മാരും അമരക്കലുപ്പാപ്പ കാണിച്ച മാതൃക ഏതോ അതേ മാതൃകയിൽ നിന്ന് വള്ളിപുള്ളി തെറ്റാതെ അന്തസ്സോടുകൂടെ മുന്നോട്ട് നീങ്ങുമ്പോ എന്റെ SKSF പ്രവർത്തകന്മാരെ ചേലും കോലവും കണ്ട് നിങ്ങൾ വഞ്ചിതരാവാതെ, കോലൻ കൂടുതൽ കൂടിയ പച്ചക്കറി തോട്ടത്തിൽ കണ്ണീർന്ന് വെക്ക എന്നല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ വിശുദ്ധിയില്ലെങ്കിൽ പിന്നെ എന്ത് ദീനാണ്? പുറം ഭാഗം കുറെ സൗന്ദര്യമുണ്ട്, അകത്ത് അഹങ്കാരമാണെങ്കിൽ അവന്റെ ഉപമ കക്കൂസിനോടാണ് എന്നല്ലേ മഹാന്മാര് പറഞ്ഞത്. പുറം ഭാഗത്ത് ടൈൽസാണ്, ഗ്രാനൈറ്റാ, ഉള്ളിൽ കാസ്റ്റാണ് എന്ന് പറയുന്നത് പോലെ അപ്പൊ പുറം ഭാഗത്തുള്ള സൗന്ദര്യമല്ല, ഉള്ളു വിശുദ്ധിയുള്ള ഉഖ്റവിയായ മഹാന്മാരായ ആലിമീങ്ങൾ അതാണ് ഇന്ന് സമസ്തയെ നയിക്കുന്നത്. അതിന്റെ പിന്നിൽ ധീരമായി പ്രവർത്തിക്കുകയും ഇൻഷാ അല്ലാഹ് 90ാം വാർഷികത്തിന്റെ പ്രചരണവുമായി നമ്മൾ ഇറങ്ങിച്ചേരുകയും അതിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഞാനും നിങ്ങളും ആവേശകരമായി മുന്നോട്ട് വരികയും ചെയ്യാൻ എന്റെ നല്ലവരായ SKSF പ്രവർത്തകന്മാർ തയ്യാറാകണമെന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും സുന്നത്ത് സമസ്തയുടെയും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പര്യാപ്ത വിധം ഇൻഷാ അല്ലാഹ് ബിഅമനായ അലവിദാരിമിയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അത് നിങ്ങൾ കേൾക്കുക. ഏതാനും തുടക്കമല്ലേ, ഏതാനും ചില ഡോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പോസ്റ്റ്മോർട്ടം ഇൻഷാ അല്ലാഹ് ഇനി പോലും വരികയാണെങ്കിൽ അടുത്തതിനായിരിക്കും. ഏതായാലും ഇപ്പൊ ഒരു ചെറിയ തോണ്ടൽ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കും. ബാക്കി വിശദമായി ഇനി വരികയാണെങ്കിൽ നമുക്ക് പിന്നീടാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർ കാണിക്കുന്ന വഴിയിലൂടെ ജീവിച്ച് ഈമാനോടെ കണ്ണടക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.